ഹലോ, വെൽക്കം ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന സെക്ഷനിൽ രണ്ട് സബ് ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനും എക്കോസിസ്റ്റം. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഒരു മാർക്ക്. അതിൽ എക്കോസിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ തിയറി പോർഷനിൽ ഡിസ്കസ് ചെയ്യാത്ത രണ്ട് മൂന്ന് പോയിന്റുകൾ ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് കമ്പോണൻസും അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റവും പിന്നെ പിരമിഡ്സ്, എക്കോളജിക്കൽ പിരമിഡ്സ് ആണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് ഏതാണ്? ഹ്യൂമൻസ് ആണോ, എക്കോസിസ്റ്റം ആണോ, വെഹിക്കിൾസ് ആണോ, പ്ലാന്റ്സ് ആണോ? എക്കോസിസ്റ്റം ആണ് കേട്ടോ. അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ എന്ന് പറയപ്പെടുന്നത് എക്കോസിസ്റ്റം ആണ്. ഒരു എക്കോസിസ്റ്റത്തിന് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പോണൻസ് ഉണ്ട്. അത് ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് തന്നെ ഇത് ഇന്ററാക്ട് ചെയ്യും. ഇപ്പോൾ എക്കോസിസ്റ്റം പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, അതിന് ചുറ്റുമുള്ളൊരു എൻവയോൺമെന്റ് ഉണ്ട്. ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് എന്തിൽ വരുന്നത്? എക്കോസിസ്റ്റത്തിൽ വരുന്നത്. അപ്പം ആ എക്കോസിസ്റ്റത്തിൽ എബയോട്ടിക് കോമ്പോണൻസും ഉണ്ട്, ബയോട്ടിക് കോമ്പോണൻസ് ഉണ്ട്, ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. അവർ തമ്മിൽ ഇന്ററാക്ഷൻ ആണ് വരുന്നത്. The components are linked together with various nutrient cycles and energy flows. ഈ പറയുന്ന കോമ്പോണൻസ് എല്ലാം തന്നെ ലിങ്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പല ന്യൂട്രിയൻ സൈക്കിൾസും എനർജി ഫ്ലോസും തമ്മിലാണ് ഈ പറയുന്ന കോമ്പോണൻസ് എല്ലാം തന്നെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്കോസിസ്റ്റത്തിനെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Second question, what is the characteristic of each type of ecosystem? ഏതൊരു ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൂ അല്ലേ, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആണോ? ലിവിങ് തിങ്സ് മാത്രമുള്ള ഇന്ററാക്ഷൻ ആണോ? അല്ല, ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അല്ലേ. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എബയോട്ടിക് ഫാക്ടേഴ്സ് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഫൈറ്റിംഗ് എമംഗ് ഇൻഡിവിജ്വൽസ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, അതായത് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് ഏതൊരു ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റത്തിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടർ ആണ് എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇവിടെ കോമ്പോണൻസ് എല്ലാം തന്നെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ന്യൂട്രിയൻ സൈക്കിൾസും എനർജി ഫ്ലോസും ഒക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് ഫങ്ഷൻ യൂണിറ്റ് ഓഫ് നേച്ചർ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. മുമ്പ് പറഞ്ഞ അതേ പോയിന്റ് തന്നെ കേട്ടോ. Third question, in which of the following aspects to the components of the ecosystem are seen to function as a unit? അതായത് താഴെ തന്നിരിക്കുന്ന എക്കോസിസ്റ്റത്തിന്റെ കോമ്പോണൻസിൽ ഒരു യൂണിറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഏതാണ്? സ്പീസിയേഷൻ ആണോ, കമ്മ്യൂണിറ്റി ആണോ, നിഷ് ആണോ, ഡീകമ്പോസിഷൻ ആണോ? ഡീകമ്പോസിഷൻ ആണ്. ദ കോമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് they are seen to function as a unit when the aspect in decomposition. ഇപ്പോൾ ഡീകമ്പോസിഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും. അതെന്ന് പറയുന്നത് ന്യൂട്രിയൻ സൈക്കിളിൻ്റെ ഒരു പാർട്ടാണ്. ഇൻ വിച്ച് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആർ ബ്രോക്ക് ഡൗൺ ഇൻ ടു സിമ്പിൾ ഓർഗാനിക് മാറ്റർ. നമ്മൾക്ക് ഡീകമ്പോസിഷൻ കൊണ്ടുള്ള ഗുണം എന്താണ്? ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതെന്താവാണ്? സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ ആയിട്ട് മാറാണ് ചെയ്യുക. ഓക്കെ. Fourth question, which of the following is a consumer of a pond ecosystem? Pond ecosystem എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ കൺസ്യൂമർ ആരാണ്? കൺസ്യൂമർ പറയുമ്പോൾ ആദ്യത്തെ ആളല്ല അല്ലെ, ആദ്യത്തെ ആൾ എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ പ്രൊഡ്യൂസറിനെ കഴിക്കുന്ന ആൾ ആരാണ്? നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ആ പിരമിഡ് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. ഫംഗൈ ആണോ, സൺലൈറ്റ് ആണോ, വാട്ടർ ആണോ? സൺലൈറ്റ് എന്തായാലും വന്ന് തിന്നാൻ പോകുന്നില്ല പ്ലാന്റിനെ അല്ലേ. അതുപോലെ വാട്ടർ വന്ന് തിന്നാൻ പോകുന്നില്ല. അപ്പൊ സൂപ്ലാങ്ക്ടൺ ആണ് അവിടുത്തെ ആൻസർ. സൂപ്ലാങ്ക്ടൺ ആണ് പോണ്ട് എക്കോസിസ്റ്റത്തിലെ കൺസ്യൂമർ. ഇതെന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഹെറ്ററോടോപിക് ഓർഗാനിസം ആണ്. ദാറ്റ് ഫീഡ്സ് ഓൺ ഫൈറ്റോപ്ലാങ്ക്ടൺ. അപ്പോൾ പോണ്ടിലെ ഫസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആരാണ്? ഫൈറ്റോപ്ലാങ്ക്ടൺ ആണ്. ഈ ഫൈറ്റോപ്ലാങ്ക്ടനെ കഴിക്കുന്ന ആളാണ് ആര്? സൂപ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫ്രീ സ്വിമ്മിങ് ആൻഡ് ബോട്ടം ഡ്വെല്ലിംഗ് ഫോംസ്. ഇത് ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ഫോമിലും കാണാറുണ്ട്, ബോട്ടം ഡ്വെല്ലിംഗ് ആയിട്ടുള്ള ഫോമിലും കാണാറുണ്ട്. Fifth question, what is the rate of biomass production called? Rate of biomass production പറയുന്ന പേരെന്താ? എന്താണ്? Productivity, decomposition, photosynthesis, respiration. Rate of biomass production ആണ് productivity എന്ന് പറയുന്നത് അല്ലേ. Productivity is the rate of new biomass production by an individual.
അല്ലെങ്കിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വിത്തിൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ അതിൻ്റെ പുതിയ ബയോമാസിന്റെ പ്രൊഡക്ഷനെ പറയുന്ന പേരാണ്, അതിന്റെ റേറ്റിനെ പറയുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ഓഫ് എൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ആണ്. ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, precipitation, ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു പ്രൊഡക്ടിവിറ്റി രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ടെന്ന് അല്ലേ. അതിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആര് ചെയ്യുന്നതാ? അത് പ്ലാന്റ്സ് ചെയ്യുന്നതാ അല്ലേ. പ്ലാന്റ്സിൻ്റെയാണ് എന്ത് വരിക? പ്രൈമറി പ്രൊഡക്ടിവിറ്റി വരിക. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ പ്ലാന്റ്സിന് കൺസ്യൂം ചെയ്യുന്ന അടുത്ത ടോപ്പിക് ലെവലുള്ള ആൾക്കാരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റിൻ്റെ യൂണിറ്റ് എന്താ? ഗ്രാം പെർ ഗ്രാം സ്ക്വയർ, കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ, കിലോ കലോറി മീറ്റർ, അങ്ങനെ അതിൽ ഏതാണ് വരിക? നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ബി ആണ് കേട്ടോ. പെർ ഗ്രാം സ്ക്വയറോ അല്ലെങ്കിൽ കിലോ കലോറി പെർ മീറ്റർ സ്ക്വയറോ ആയിരിക്കും. ദ യൂണിറ്റ് ഓഫ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. അതായത് പെർ ഗ്രാം സ്ക്വയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? വെയിറ്റ്. ഓക്കെ, വെയിറ്റ് കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ വരും. The rate at which the solar energy is converted and stored by the producers per unit area over a time period is called primary productivity. Primary productivity എന്ന് വെച്ചാൽ the rate at which solar energy is converted. Solar energy, സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം? സോളാർ എനർജി ആദ്യം കിട്ടുന്നത് പ്ലാന്റ്സിലേക്കാണ് അല്ലെ, പ്രൊഡ്യൂസറിലേക്കാണ്. അപ്പോൾ സോളാർ എനർജി പ്രൊഡ്യൂസറിലേക്ക് കിട്ടുന്ന സമയത്ത് അത് കൺവേർട്ട് ചെയ്തിട്ട് സോളാർ എനർജി കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും പെർ യൂണിറ്റ് ഏരിയ ഓവർ എ ടൈം പീരീഡ്. അതിനെ പറയുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ല, പ്രൊഡക്ടിവിറ്റിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. ഇതിൽ ആൻസർ പെർ ഗ്രാം സ്ക്വയർ പെർ ഇയർ ഓർ കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ പെർ ഇയർ ആണ് നമ്മളുടെ എന്ത് വരിക? പ്രൊഡക്ടിവിറ്റിന്റെ യൂണിറ്റ് വരിക. അപ്പോൾ യൂണിറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് പെർ ഗ്രാം സ്ക്വയർ പെർ ഇയർ അല്ലെങ്കിൽ കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ പെർ ഇയർ ആണ് വരിക. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ന്യൂ ബയോമാസ് പ്രൊഡക്ഷൻ അല്ലേ. ഒരു ഇൻഡിവിജ്വലോ ഒരു പോപ്പുലേഷനോ ഒരു കമ്മ്യൂണിറ്റിയോ ഒരു എക്കോസിസ്റ്റത്തിൽ ഉള്ള ഈ പറയുന്ന ഇൻഡിവിജ്വൽ പോപ്പുലേഷൻ കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന പുതിയ ബയോമാസിന്റെ പ്രൊഡക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസപ്ഷൻ ഓഫ് ഹെറ്ററോട്രോപ്സ്? ഹെറ്ററോട്രോപ്സിന്റെ കൺസംഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ബയോമാസിനെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക? GPP, GAP, NPP, NH, ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്ന സമയത്ത് ഹെർബിവോഴ്സും ഡീകമ്പോസേഴ്സ് ഒക്കെ, അപ്പോൾ അവരൊക്കെ അവിടെ റെസ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ റെസ്പിറേഷനിലൂടെ കുറച്ച് എമൗണ്ട് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേതാ വരിക? ഓപ്ഷൻ സി NPP ആണ് വരിക. The available biomass for the consumption of heterotrophs എന്ന് പറയുന്നത് അവൈലബിൾ ബയോമാസ് ഫോർ ഈ ഹെറ്ററോട്രോപ്സിന്റെ കൺസംഷനിലുള്ള അവൈലബിൾ ബയോമാസ് എന്ന് പറയുന്നത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ അത് ഹെർബിവോഴ്സോ ഡീകമ്പോസേഴ്സോ ആവാം. അപ്പോൾ NPP എന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്റ്റിൽ നിന്നും റെസ്പിറേഷനിലൂടെ അവർക്ക് ഉണ്ടാകുന്ന ലോസുകൾ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് NPP ഈക്വൽ ടു? ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, GPP അല്ല, GPP പ്ലസ് ആർ അല്ല, GPP ബൈ ആർ അല്ല, GPPയിൽ നിന്നും റെസ്പിറേഷൻ കുറയ്ക്കുന്നതാണ് എന്ത്? NPP എന്ന് പറയുന്നത്. NPP ഈസ് എനർജി ലെഫ്റ്റ് ആഫ്റ്റർ ദ റെസ്പിറേഷൻ അല്ലേ. റെസ്പിറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എനർജിയാണ്. ദാറ്റ് ഈസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് സബ്ട്രാക്റ്റഡ് ബൈ റെസ്പിറേഷൻ. NPP എന്ന് പറയുന്നത് GPP മൈനസ് ആർ ആണ്. ആ ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. 10th ക്വസ്റ്റ്യൻ, which of the following is a unit of net productivity ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് പ്രൊഡക്ഷൻ ഓഫ് മാസ് ഓഫ് കാർബൺ പെർ യൂണിറ്റ് ഏരിയ പെർ ഇയർ ആണ്, അല്ലെങ്കിൽ പെർ ഡേ ആണ് എന്തെന്ന് വരിക? ഈ പറയുന്ന നെറ്റ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇത് NPP തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഓഫ് നെറ്റ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊഡക്ഷൻ ഓഫ് ഈ പറയുന്ന എന്തിന്റെ പ്രൊഡക്ഷൻ ആയിരിക്കും? മാസ് ഓഫ് കാർബൺ അല്ലെ. കാർബൺ പെർ യൂണിറ്റ് ഏരിയ, ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു ഇയറിലോ ഉണ്ടാകുന്ന കാർബണിന്റെ അളവാണ് അത് വരിക. ദ റേറ്റ് ഓഫ് സ്റ്റോറേജ് ഓഫ് ഓർഗാനിക് മാറ്റർ നോട്ട് യൂസ്ഡ് ബൈ കൺസ്യൂമേഴ്സ് ഈസ് കോൾഡ് നെറ്റ് പ്രൊഡക്ടിവിറ്റി. അതായത് റേറ്റ് ഓഫ് സ്റ്റോറേജ് ഓഫ് ഓർഗാനിക് മാറ്റർ ഈ പറയുന്ന കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യാത്ത, അതായത് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യാത്ത സ്റ്റോറേജ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയാണ് എന്ത് പറയുക? നെറ്റ് പ്രൊഡക്ടിവിറ്റി പറയാം. ഓക്കെ. 11th question,
വാട്ട് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ എക്കോസിസ്റ്റം ഓൺ എർത്ത്. എർത്തിലുള്ള എല്ലാ എക്കോസിസ്റ്റത്തിൻ്റെ ഒരേ ഒരു സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ആരാണ്? വാട്ടർ, സൺ, പ്ലാന്റ്സ്, അനിമൽസ്. സംശയമില്ല, സൺ തന്നെയാണ് അല്ലേ. ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ എക്കോസിസ്റ്റം ഓൺ എർത്ത് എന്ന് പറയുന്നത് സണ്ണാന്ന് നമ്മൾക്ക് അറിയാം. ദ റേഡിയൻ ലൈറ്റും ഹീറ്റും എല്ലാം ഈ സണ്ണിൽ നിന്ന് വരുന്നതാണ്. എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഒറിജിനൽ സോഴ്സ് ഫോർ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസം. ഒരുവിധമല്ല എല്ലാ ഓർഗാനിസത്തിനും ഇതാണ് അതിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു? യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെ. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും ഫ്യൂവൽ ഉണ്ടാക്കാനും സോളാർ എനർജി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തെർമൽ എനർജി, അഗ്രികൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 12th question, on what are the organisms are dependent on their food? What are the organisms are dependent on their food? അതിന്റെ ഫുഡിനെ, അതായത് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലേ. അപ്പൊ ഈ പറയുന്ന സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി, അതായത് ഈ ഒരൊറ്റ സംഭവത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ബാക്കിയുള്ള ഓർഗാനിസംസ് ഒക്കെ. ഈ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഭൂമിയിൽ ജീവന്റെ അവശിഷ്ടം പോലും കാണില്ല നമുക്ക് പറയാം. അത് കൺസ്യൂമേഴ്സ് ആണോ, പ്രൊഡ്യൂസേഴ്സ് ആണോ, ഡീകമ്പോസേഴ്സ് ആണോ, സ്കാവഞ്ചേഴ്സ് ആണോ? സംശയമില്ല, അത് പ്രൊഡ്യൂസേഴ്സ് ആണ്. പ്ലാന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ, പ്ലാന്റ്സിനാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തെ പ്രോസസ് ഒന്നും നടക്കില്ല അല്ലെ. അപ്പോൾ ഓൾ ഓർഗാനിസംസ്, എല്ലാ ഓർഗാനിസംസും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ ദിയർ ഫുഡ് പ്രൊഡക്ഷൻ. അവരുടെ ഫുഡിനായിട്ട് ഡയറക്ട്ലി അത്, അതായത് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു അല്ലെ. അപ്പോൾ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്ന സമയത്ത് ഗ്രാസ് ഹോപ്പറിന് അത് പ്രൈമറി, അതായത് ഡയറക്ട്ലി ഡിപ്പെൻഡൻ്റ് ആണ് പ്ലാന്റുമായിട്ട്. പക്ഷേ ഈ ഗ്രാസ് ഹോപ്പറിനെ തവള കഴിക്കുന്ന സമയത്ത് തവള ആ പ്ലാന്റുമായിട്ട് ഇൻഡയറക്ട്ലി ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം തവളയുടെ തൊട്ട് മുമ്പ് ഗ്രാസ് ഹോപ്പർ ആയതുകൊണ്ട് തന്നെ അത് പ്ലാന്റിനല്ലോ കഴിക്കണത്. പ്ലാന്റിനെ കഴിച്ച് ഗ്രാസ് ഹോപ്പറിനെ കഴിച്ചതാണ് ഇൻഡയറക്ട്ലി തവള വീണ്ടും ആരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തു? ഈ പറയുന്ന പ്ലാന്റിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ന് പറയുന്നത്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ഓർഗാനിസംസ് വിച്ച് ക്യാൻ മേക്ക് ദെയർ ഓൺ ഫുഡ്. അവർക്ക് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം കെമിക്കൽ സോഴ്സ് സൺ, വാട്ടർ ആൻഡ് എയർ. അപ്പോൾ സണ്ണും വാട്ടറും എയറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിലൂടെയാണ് ഈ പറയുന്ന ഫുഡ് നമ്മുടെ ചെടികൾ ഉണ്ടാക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഓട്ടോട്രോപ്സ്. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഓട്ടോട്രോപ്സ്. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്ത ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ്. ദ എനർജി പാസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ്. എനർജി എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് പോകുന്നു, അതായത് ഹെർബിവോറസിൽ നിന്ന്. ഡസ് നോട്ട് ഗോ ബാക്ക് ടു പ്രൊഡ്യൂസേഴ്സ്. അതായത് ഈ ഹെർബിവോറസിന് തിരിച്ച് അങ്ങോട്ടേക്ക് പ്ലാന്റ്സ് ഒന്നും പോകുന്നില്ല അല്ലെ. സ്റ്റേറ്റ്സ് അബൌട്ട് ദ ഫ്ലോ ഓഫ് എനർജി. അപ്പൊ ഇതിലെ ഫ്ലോ ഓഫ് എനർജിയാണ് പറയുന്നത്. അപ്പൊ താഴ്ത്തുന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ സാധൂകരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫ്ലോ ഈസ് യൂണിഡയറക്ഷണൽ എന്നാണോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്ലോ ഹാസ് നോ സ്പെസിഫിക് ഡയറക്ഷൻസ്. ഫ്ലോന് വലിയ അതായത് ഈ എനർജി ഫ്ലോന് വലിയ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻ ഇല്ല. എനർജി ഫ്ലോ ബൈ ഡയറക്ഷനിലാണ്, എനർജി ഫ്ലോ മൾട്ടി ഡയറക്ഷനിലാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? യൂണി ഡയറക്ഷനിലാണ്, നോൺ സൈക്ലിക് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു സ്റ്റേറ്റ്മെന്റ് ദ എനർജി പാസ്റ്റ്, അത് എനർജി എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് പോകുന്നു, കൺസ്യൂമറിൽ നിന്നും അടുത്ത കൺസ്യൂമറിലേക്ക് പോകുന്നു. അല്ലാണ്ട് തിരിച്ച് അവിടെ നിന്ന് പ്ലാന്റിലേക്ക് എനർജി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എനർജിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരൊറ്റ ഡയറക്ഷനിൽ കൂടെ മാത്രം, ഒരു ഡയറക്ഷനിലേ പോകുള്ളൂ, തിരിച്ചു വരില്ല, യൂണി ഡയറക്ഷനിലാണ്. ഇറ്റ് മീൻസ് അതിന് അർത്ഥം എന്താണ്? ദ എനർജി മൂവ്സ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി, ദാറ്റ് ഈസ് ഫ്രം ഹയർ ടു ലോവർ മോസ്റ്റ് ലെവൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി പ്ലാന്റിന്, അവിടെ അങ്ങോട്ടേക്ക് പോകുന്നതോറും എനർജി എന്താ പറയുക, എനർജി കൊടുക്കുന്നത് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് ഓരോ ലെവലിലേക്ക് കൊടുക്കുന്നത് കുറഞ്ഞു വരും. അതിന് പറയുന്ന പേരാണ് 10% ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. 14th question, in which terms are the representation of the relationship between producers and consumers? ഈ തന്നിരിക്കുന്ന പ്രൊഡ്യൂസറിന്റെയും കൺസ്യൂമറിന്റെയും റിലേഷൻഷിപ്പ് തന്നിരിക്കുന്ന ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ആണോ, ഏജ് ആണോ, എക്കോളജിക്കൽ സക്സഷൻ ആണോ, ഇഷ്യൂസ് ആണോ? എ ആണ് കേട്ടോ. അതായത് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, അതൊക്കെ നമ്മൾ ചിത്രം വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ക്യാൻ ഓൾസോ ബി ഡെപിക്റ്റഡ് ബേസ്ഡ് ഓൺ എനർജി ആൻഡ് ബയോമാസ് കണ്ടന്റ് അറ്റ് എവറി ലെവൽ. ഓരോ ലെവലിലുള്ള എനർജിയും ബയോമാസിനൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞ എക്കോളജിക്കൽ പിരമിഡ് 3 ഉണ്ട്, നമ്പർ, ബയോമാസ്, എനർജി കൊണ്ട് നമ്മൾ പറഞ്ഞത്.
അടുത്തത് നമ്മളവിടെ പറയാത്തൊരു പോയിന്റാണ് എക്കോളജി. നമ്മൾ ആ ഫോർമുലാസും അതായത് അതിൻ്റെ യൂണിറ്റ്സ് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ പറയാത്തത് എക്കോളജിക്കൽ പിരമിഡ് ആരെ കണ്ടുപിടിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചാൾസ് ഡാർവിൻ അല്ല, റേമണ്ട് ലിൻഡിമാൻ അല്ല, ഗ്രിഗർ മെൻഡലേ അല്ല, അതുറപ്പാ ജെനറ്റിക്സിന്റെ ആളാണ് ഗ്രിഗർ മെൻഡൽ. ചാൾസ് എൽട്ടൺ ആണ് എക്കോളജിക്കൽ പിരമിഡ് കണ്ടുപിടിച്ചത് 1927. ചാൾസ് എൽട്ടൺ എന്ന് പറയുന്ന ആള് എക്കോളജിക്കൽ പിരമിഡ് ഫോർമുലേറ്റ് ചെയ്യുക ചെയ്തത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഫുഡ് ചെയിനിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. നമുക്കവിടെ ഫുഡ് വെബ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഈ പറയുന്ന എക്കോളജിക്കൽ പിരമിഡ്സിനുണ്ട്. ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷൻ ഓഫ് ലിങ്ക് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ് പ്രസന്റ് ഇൻ വേരിയസ് ട്രോപ്പിക് ലെവൽസ് ഓഫ് എ ഫുഡ് ചെയിൻ ആണ് ഈ പറയുന്ന എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയാണല്ലോ പിരമിഡ് വരയ്ക്കുക. ഏറ്റവും താഴെ പ്രൊഡ്യൂസേഴ്സ്, മുകളിൽ അതിൽ തിന്നുന്ന ഹെർബിവോറസ്, അതിൽ തിന്നുന്ന കാർണിവോർ, അങ്ങനെ പോവാണല്ലോ ചെയ്യുക. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ബോട്ടമിൽ ഉണ്ടാവും, മുകളിലേക്ക് പോകുന്നതോറും കാർണിവോറസ് ആയിരിക്കും അതിന്റെ ടിപ്പിൽ കാണുന്നുണ്ടാവുക. Which of the following pyramid represent the total dry weight? Total dry weight എന്ന് കണ്ടാൽ തന്നെ കണ്ണടച്ച് നമുക്ക് എഴുതാൻ പറ്റും എന്താന്നുള്ളത് അല്ലേ. Of the total amount of living matter at each level. ഓരോ ലെവലിലുള്ള ലിവിങ് മാറ്ററിന്റെ എമൗണ്ടിനെ ഈ പറയുന്ന ലിവിങ് മാറ്ററിലുള്ള ടോട്ടൽ ഡ്രൈ വെയിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാ? പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് ഏജ്, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് നമ്പേഴ്സ്. ഡ്രൈ വെയിറ്റ് കണ്ടാൽ അത് ബയോമാസ് ആണ്, ഓപ്ഷൻ സി ആണ്. The total dry weight of the total amount of living matter at each level. അതായത് total dry weight of the total amount of living matter, ഓരോ ലെവലിലുള്ള total amount of living matter, അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമർ വരെയുള്ള ഓരോ ലെവലിലുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് ലിവിങ് മാറ്റർ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് പിരമിഡ് ഓഫ് ബയോമാസിനെയാണ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ ദ നേച്ചർ ഓഫ് ഫുഡ് ചെയിനെ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പിരമിഡ് എന്താവും, ഇൻവേർട്ടഡോ ആവാം അപ്രൈറ്റോ ആവാം. അതിൽ എനർജി പിരമിഡ് മാത്രം എപ്പോഴും അപ്രൈറ്റ് ആയിട്ടിരിക്കും, അത് ഇൻവേർട്ടഡ് ആയിട്ടിരിക്കില്ല. പക്ഷെ ബാക്കി രണ്ടെണ്ണം ബയോമാസും നമ്പറും രണ്ടും കാണിക്കുന്നുണ്ട്. ഇൻവേർട്ടഡ് ആയിട്ടും കാണാറുണ്ട്, അപ്രൈറ്റ് ആയിട്ടും കാണാറുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Which of the following pyramid may be upright or inverted? അപ്രൈറ്റ് ആവാം അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആവാം എന്ന് പറയുന്നത് ഏത് പിരമിഡാണ്? അത് രണ്ട് പിരമിഡ് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. പിരമിഡ് ഓഫ് എനർജി, ഏജ് സ്ട്രക്ചർ, പിരമിഡ് ഓഫ് ബയോമാസ്, എക്കോളജിക്കൽ സക്സഷൻ. നമ്മൾ പറഞ്ഞു എനർജി പിരമിഡിൽ ഒരിക്കലും ഇൻവേർട്ട് ആവില്ല. അപ്പോൾ അവിടെ ഏത് പിരമിഡാ? പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ നേച്ചർ ഓഫ് ഫുഡ് ചെയിൻ, ഏത് ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ ആണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ഓപ്പറേറ്റ് ആവാം. The total dry weight of the total amount of living matter at each level. അല്ലേ, ഓരോ ലെവലിലുള്ള ലിവിങ് മാറ്ററിലുള്ള എത്രത്തോളം ഡ്രൈ വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പിരമിഡ് ഓഫ് ബയോമാസ് ഉപയോഗിച്ചിട്ടാണ്. What does the pyramid of energy indicate, because of which it is said to be best representation of the ecosystem? അപ്പോൾ പിരമിഡ് ഓഫ് എനർജി എന്തുകൊണ്ട് നമ്മൾ ബെസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്പർ ഓഫ് ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉണ്ടോ? റേറ്റ് ഓഫ് റെസ്പിറേഷൻ ആണോ? ടോട്ടൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണോ? ദ റേറ്റ് ഓഫ് എനർജി ഫ്ലോ ത്രൂ ദ ഫുഡ് ചെയിൻ ആണോ? ഓപ്ഷൻ ഡി, റേറ്റ് ഓഫ് എനർജി ഫ്ലോ ത്രൂ ദ ഫുഡ് ചെയിൻ ആണ് അവിടെ വരിക. അത് പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് സെഡ് ടു ബി ദ ബെസ്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന്റെ ബെസ്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് എനർജിയാണ്. കാരണം ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് എനർജി ഫ്ലോ, ഒരു ഫുഡ് ചെയിനിലുള്ള എനർജി ഫ്ലോ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഫുഡ് ചെയിൻ പിരമിഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. എനർജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ഈസ് ദ പിരമിഡ് ഓഫ് നമ്പർ ബേസ്ഡ് ഓൺ? പിരമിഡ് ഓഫ് നമ്പർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ദ എനർജി അറ്റ് ഈച്ച് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിലുള്ള എനർജി അല്ലല്ലോ അല്ലേ. ബയോമാസ് കണ്ടന്റ് ആണോ അറ്റ് ഈച്ച് ട്രോപ്പിക് ലെവൽ? അല്ല, അത് പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ട്. ഏരിയ അറ്റ് ഓരോ ട്രോപ്പിക് ലെവലിലുള്ള ഏരിയ ആണോ? അല്ല, അവിടെയുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് എന്ത് വരിക? പിരമിഡ് ഓഫ് നമ്പർ വരിക. The pyramid of numbers represent the number of individuals at each level. ഓരോ ട്രോപ്പിക് ലെവലിൽ, അതായത് പ്രൊഡ്യൂസേഴ്സ് മുതൽ പ്രൊഡ്യൂസേഴ്സിന് തിന്നുന്ന ഹെർബിവോർസ്, കാർണിവോർസ് ഒക്കെ എത്തുമ്പോൾ ഓരോ ട്രോപ്പിക് ലെവലിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് അനിമൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് അതിൽ നമ്മൾ കണക്കിലെടുക്കുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൾ നേച്ചർ, ഈ ഫുഡ് ചെയിൻ എങ്ങനെയാണോ അതിനനുസരിച്ച് അത് അപ്രൈറ്റ് ആയിട്ടും ഇൻവേർട്ടഡ് ആയിട്ടും ഉണ്ടാവും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. താങ്ക് യു.